ഇത് നമ്മുടെ നരീക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പൊ 3 ദിവസമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദനം വരുന്നത്. ഇന്ന് അതിന്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പൊ ആദ്യത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ ദേശവരവുകൾ വരും കേട്ടോ. 3 ദേശത്തുനിന്ന് ഗംഭീരമായിട്ടുള്ള വരവുകളാണ് വരാറ്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ ഏകദേശം എത്തിയിട്ടാണ് ഈ ഒരു വൈബ്. ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോയത്. കുറച്ച് ദൂരം ഉണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തേക്ക്. അപ്പം നടന്ന് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നടന്ന് പോകുമ്പോൾ ഉള്ളൊരു വൈബ്, അതും വൈകുന്നേരം, ആഹാ എന്ത് അടിപൊളിയാണല്ലേ. അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ക്ഷേത്രം. അങ്ങനെ തൊഴുത് അവിടെ പൂജ, ദീപാരാധന, അങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സാധാരണയായിട്ട് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ജനത്തിരക്ക് കുറവാണ് കേട്ടോ. ഭക്തജനങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. കലിയുഗത്തിന്റെ ഓരോ വികൃതികളെ ദൂതനപ്പം ആറുവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റടിച്ചു കേട്ടോ. പിന്നെ നമ്മളൊരു 8:30 ആകുമ്പോൾ കാളവരവൊക്കെ വന്നു തുടങ്ങി. പൂക്കുറ്റി, വാണം, വെടിവാണം ഒക്കെ കത്തിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ അതേ നമ്മുടെ പാണ്ടിമേളം, ശിങ്കാരിമേളമായിരുന്നു. അവിടെ ഓരോ വേഷങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2ാമത്തെ കാളവരവ് വന്നപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ കയറിയിരുന്നു. ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാണോന്ന്. അല്ല, നമ്മളെ ആൾക്കാരെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം, അതിലല്ലേ കാര്യം. അല്ലാതെ എന്ത് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ഫുൾ വൈബാക്കണം. പിന്നെ നമ്മുടെ ആന, ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആക്കിയിട്ട് ആനേനെയാണ് വരുത്തിയിട്ടുള്ളത്. ഇലക്ട്രിക് ആന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ DJ ആയി, വൈബായി, സെറ്റായി, ഓണായി. നമ്മൾ രാത്രി ഒരു 9:30 ആകുമ്പോഴത്തേന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഈ വർഷത്തെ പ്രതിഷ്ഠാദനത്തിന്റെ ദേശവരവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം കാണാം. ഓക്കെ, ബൈ.